ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് ഇന്റീജേഴ്സിന്റെ പൂർണ്ണസംഖ്യകളുടെ അഡീഷനും സബ്ട്രാക്ഷനുമാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ, അതായത് പൂർണ്ണസംഖ്യകളുടെ ഗുണനമാണ്. ഇനി മറ്റു വീഡിയോകൾ കാണാത്തവര് അത് ആദ്യം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനം വരെ കാണേണ്ടതാണ്. ഇതിന് എളുപ്പ വഴികൾ എന്ത് എന്നുള്ള ടിപ്പുകൾ അവസാന ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണണം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ്, ഇൻറ്റീജേഴ്സിന്റെ പൂർണ്ണസംഖ്യകളുടെ ഗുണനം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റീജേഴ്സിന് എന്താണ് അതിൻ്റെ റൂൾസ്, നിയമങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ടു മൾട്ടിപ്ലൈ 2 or more ഇൻറ്റീജേഴ്സ്, രണ്ടോ അതിലധികമോ ചിഹ്നസംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് ഉള്ള നിയമം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നിയമം, മൾട്ടിപ്ലൈ ദി നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദി പ്രോഡക്റ്റ്. നമ്പേഴ്സ് സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ ഗുണിച്ച് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, എല്ലാ നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ പ്രോഡക്റ്റ് ഉത്തരം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഗിവ് ദി സൈൻ അക്കോർഡിംഗ് ടു ദി ഫോളോയിങ് റൂൾ. താഴെ പറയുന്ന നിയമങ്ങൾ അനുസരിച്ചാണ് അതിൻ്റെ സൈൻ തീരുമാനിക്കേണ്ടത്. ഫസ്റ്റ് നിയമം, എ പോസിറ്റീവ് നമ്പർ ഇൻറ്റു എ പോസിറ്റീവ് നമ്പർ, ആൻസർ ഈസ് പോസിറ്റീവ്. ഒരു പോസിറ്റീവ് സംഖ്യയെ മറ്റൊരു പോസിറ്റീവ് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് റൂൾ, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ്. അതായത് ഒരു നെഗറ്റീവ് സംഖ്യയെ മറ്റൊരു നെഗറ്റീവ് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഗുണിച്ചാൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. രണ്ട് സംഖ്യകൾ നെഗറ്റീവ് ആണെങ്കിലും ഗുണനഫലം പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് അല്ല. തേർഡ് റൂൾ, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. ഒരു പോസിറ്റീവ് സംഖ്യയെ ഒരു നെഗറ്റീവ് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. മറ്റ് രണ്ട് കേസിൽ നമ്മൾ പോസിറ്റീവ് ആണ് ശ്രദ്ധിച്ചത്, ഇവിടെ നെഗറ്റീവ് വന്നു. ലാസ്റ്റ് റൂൾ, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് ഗുണിച്ചാലും ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അതായത് രണ്ട് സംഖ്യകളും പോസിറ്റീവ് ആണെങ്കിലും രണ്ട് സംഖ്യകൾ നെഗറ്റീവ് ആണെങ്കിലും ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അതായത് ഒരേ സൈനുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഒരു സംഖ്യ പോസിറ്റീവും ഒരു സംഖ്യ നെഗറ്റീവും, അതായത് ഡിഫറെന്റ് സൈൻ ആയാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. രണ്ടും ഒരേ സൈനുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. +11 ഇൻറ്റു +15. 11നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 165 എന്ന് കിട്ടും. ഇനി രണ്ട് സംഖ്യകളും പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് വൺ, -11 ഇൻറ്റു -15. 11നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 165 ആൻസർ എന്ന് നമ്മൾ കണ്ടു. ഇവിടെയും ആൻസർ 165 തന്നെയായിരിക്കും. രണ്ട് സംഖ്യകൾ നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് അല്ല. രണ്ട് സംഖ്യകൾ നെഗറ്റീവ് ആണെങ്കിലും ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അടുത്ത എക്സാമ്പിൾ, +11 ഇൻറ്റു -15. 11നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 165 ലഭിക്കുന്നതാണ്. ഇതിൽ ഒരു നമ്പർ പോസിറ്റീവും ഒരു നമ്പർ നെഗറ്റീവും ആയതിനാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. നാലാമത്തെ റൂൾ, -11 ഇൻറ്റു +15. 11 ഇവിടെ നെഗറ്റീവ് ആക്കി, 15 പോസിറ്റീവ് ആക്കി. ആൻസർ 165. ഒരു നമ്പർ പോസിറ്റീവും ഒരു നമ്പർ നെഗറ്റീവും ആയതിനാൽ ആൻസർ നെഗറ്റീവ്. നമുക്കിത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ നോക്കാം. 11 രണ്ട് നമ്പേഴ്സ് സെയിം നമ്പേഴ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് നമ്പേഴ്സും പോസിറ്റീവ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവ്, രണ്ട് നമ്പേഴ്സ് നെഗറ്റീവ് ആണെങ്കിലും ആൻസർ പോസിറ്റീവ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ് പറയുന്നത്, മൾട്ടിപ്ലിക്കേഷൻ്റെ മാത്രം റൂളാണ് ഞാൻ പറയുന്നത്. ഒരു നമ്പർ പോസിറ്റീവ് ഒരു നമ്പർ നെഗറ്റീവ്, ആൻസർ നെഗറ്റീവ്. ഒരു നമ്പർ നെഗറ്റീവ്, ആദ്യത്തെ നമ്പർ നെഗറ്റീവ്, അടുത്ത നമ്പർ പോസിറ്റീവ്, ആൻസർ നെഗറ്റീവ്. നമുക്ക് കൂടുതൽ എക്സാമ്പിളിലേക്ക് പോകാം. +9 ഇൻറ്റു +15 ഇൻറ്റു +20. എന്ത് ചെയ്യണം? 9 ഇൻറ്റു 15 ഇൻറ്റു 20 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 15 ഇൻറ്റു 2 30, 300 ഇൻറ്റു 9 2700. 2700 എന്ന ആൻസർ ലഭിക്കും. ഇനി എല്ലാ നമ്പേഴ്സും പോസിറ്റീവ് ആയതിനാൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് വൺ, -11 ഇൻറ്റു -5 ഇൻറ്റു -8. ഇവിടെ നമുക്ക്
മൾട്ടിപ്ലൈ ചെയ്യാം. 8 ഇൻറ്റു 5 40 ഇൻറ്റു 11 440. ഇനി 2 മൈനസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പോസിറ്റീവായി. ഈ പോസിറ്റീവും അടുത്ത നെഗറ്റീവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ നെഗറ്റീവ് ആകുന്നതാണ്. അതായത് ആൻസർ -440. തേർഡ് എക്സാമ്പിൾ. +10 ഇൻറ്റു -25 ഇൻറ്റു -4. 25 ഗുണം 4 100 ഇൻറ്റു 10 1000. ഇനി ഇവിടെ രണ്ട് നമ്പേഴ്സ് നെഗറ്റീവ് ഉണ്ട്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആകും. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ആൻസർ പോസിറ്റീവ്. -10 ഇൻറ്റു +25 ഇൻറ്റു +4. ഇവിടെ മുകളിലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതേ നമ്പേഴ്സ് തന്നെയാണ്, സൈനിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. 25 ഇൻറ്റു 4 100 ഇൻറ്റു 10 1000 തന്നെയാണ്. ഇവിടെ നമുക്ക് രണ്ട് പോസിറ്റീവ് സംഖ്യകളുണ്ട്. അവ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് തന്നെയായിരിക്കും ആൻസർ. ആ പോസിറ്റീവിനെ ഈ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ നെഗറ്റീവ് വരും. ചെയ്ത കണക്കുകൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ഇവിടെ എല്ലാ നമ്പേഴ്സും പോസിറ്റീവ് ആയതിനാൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് വീതം നെഗറ്റീവ് സൈൻ വീതം പെയർ ചെയ്തു. അങ്ങനെ പെയർ ചെയ്തപ്പോൾ അത് പോസിറ്റീവായി തീർന്നു. ഇനി പെയർ ചെയ്യാതെ ഒരു നെഗറ്റീവ് നമ്പർ അവശേഷിച്ചിരിക്കുന്നു, ഒരു നെഗറ്റീവ് സൈൻ അവശേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ രണ്ട് നെഗറ്റീവ് സൈൻ ആണ് ഉള്ളത്. ഈ നെഗറ്റീവ് സൈൻ രണ്ടും നമ്മൾ ഈ രണ്ടെണ്ണമായിട്ട് ജോഡി ചേർത്ത് ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ അത് പോസിറ്റീവായി. ഇനി ഗ്രൂപ്പ് ചെയ്യാത്തതായ നെഗറ്റീവ് നമ്പർ, ഇവിടെ നെഗറ്റീവ് സൈൻ ഇവിടെ ഇല്ലാത്തതിനാൽ ആൻസർ പോസിറ്റീവായി. ഇവിടെ ഒരു നെഗറ്റീവ് സൈനേ ഉള്ളൂ, അതുകൊണ്ട് ആൻസർ നെഗറ്റീവായി. അതായത് നമുക്ക് പോസിറ്റീവ് നമ്പറാണോ, പോസിറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണെങ്കിലും ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി. നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം പരിഗണിക്കുക, അതിൽ രണ്ടെണ്ണം വീതം പെയർ ചെയ്യുക. പെയർ ചെയ്യാത്ത നമ്പർ വന്നാൽ, ജോഡിയാക്കാത്ത ഗ്രൂപ്പ് ചെയ്യാത്ത നമ്പർ വന്നാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും പെയർ ചെയ്യാൻ സാധിച്ചാൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. പെയർ ചെയ്യാത്ത നെഗറ്റീവ് നമ്പർ വന്നാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇവിടെ 4 നെഗറ്റീവ് നമ്പേഴ്സ് ആണുള്ളത്. 10 ഇൻറ്റു 5 ഇൻറ്റു 8 ഇൻറ്റു 2 നമുക്ക് ആൻസർ 800 എന്ന് കിട്ടും. 5 ഇൻറ്റു 2 10 വരും. 10 ഇൻറ്റു 10 100 ഇൻറ്റു 8 800. ആൻസർ 800 എന്ന് കിട്ടും. ഇനി രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് വീതം, രണ്ട് നെഗറ്റീവ് സൈൻ വീതം നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ രണ്ട് നെഗറ്റീവ് നമ്പർ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവായി. അടുത്ത രണ്ട് നെഗറ്റീവ് നമ്പറും ഗ്രൂപ്പ് ചെയ്യാം, അത് ഗ്രൂപ്പ് ചെയ്യുമ്പോഴും പോസിറ്റീവായി. ഇനി ഗ്രൂപ്പ് ചെയ്യാതെ ഇവിടെ നെഗറ്റീവ് നമ്പർ അവശേഷിക്കുന്നില്ലാത്തതിനാൽ ആൻസർ പോസിറ്റീവാണ്. ഗ്രൂപ്പ് ചെയ്യാതെ നെഗറ്റീവ് നമ്പേഴ്സ് അവശേഷിച്ചാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഗ്രൂപ്പ് ചെയ്യാതെ നെഗറ്റീവ് നമ്പർ അവശേഷിച്ചില്ല എങ്കിൽ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും, പോസിറ്റീവ് നമ്പർ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല, എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും പെയർ ചെയ്യാൻ, ഗ്രൂപ്പ് ചെയ്യാൻ സാധിച്ചാൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷന്റെ ആൻസർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ അഡീഷനോ സബ്ട്രാക്ഷനോ ഇല്ല, എല്ലാ നമ്പേഴ്സും മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണുള്ളത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് തന്നെയായിരിക്കും. അതുകൊണ്ട് പോസിറ്റീവിനെ കുറിച്ച് ചിന്തിക്കേണ്ട. പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെങ്കിൽ നെഗറ്റീവിനെ കുറിച്ച് നോക്കുക. രണ്ടെണ്ണം വീതം ഗ്രൂപ്പ് ചെയ്യുക. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാതെ നെഗറ്റീവ് നമ്പർ വന്നാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. എല്ലാ നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും ഗ്രൂപ്പ് ചെയ്യാൻ സാധിച്ചാൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യാവുന്നതാണ്.